ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ഡിന്നർ കോംബോ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാന്ന് വിചാരിച്ച് പെട്ടെന്ന് പോകാൻ പറ്റുക. അപ്പോൾ അടിപൊളിയാണ്. മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പാലായാലും വിരോധമില്ല. ഞാൻ എളുപ്പത്തിലുള്ള റെസിപ്പികൾ കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കുക. ഒരു 5-8 മിനിറ്റൊക്കെ വെക്കുമ്പോഴേക്കും ഈസ്റ്റ് ആക്റ്റീവ് ആവും. ഇത് ഈ പൊടി പോലെയുള്ളതാണ്. ഡ്രൈ ഈസ്റ്റ് ആകുമ്പോൾ ഇനി ആ മണി പോലെയുള്ളതില്ലേ, അങ്ങനത്തെ ഈസ്റ്റ് ആകുമ്പോൾ ഇനി കൂടുതൽ നേരം എടുക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇത് ഒന്ന് ആക്റ്റീവായിട്ട് വന്നപ്പോൾ അതിലേക്ക് 2 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഗോതമ്പ് പൊടിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് തനി ഗോതമ്പാണ്. അല്ലെങ്കിൽ പിന്നെ ഒന്നര ആയിട്ട് എടുക്കാം. ആട്ടപ്പൊടി ആണെങ്കിൽ അതിൽ മൈദയൊന്നും ചേർക്കണ്ട, ആട്ടപ്പൊടി മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഈസ്റ്റൊക്കെ എല്ലായിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് ചേർക്കാൻ മറന്നു പോണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചോ കൈ വെച്ചോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള ചൂടുവെള്ളത്തിലാണ് ഞാൻ കുഴയ്ക്കുന്നത്. പാലിൽ കുഴയ്ക്കണമെങ്കിൽ പാലിൽ കുഴയ്ക്കാം. അപ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, നമ്മൾ നല്ല അടിപൊളി രീതിയിൽ ഉണ്ടാക്കുന്നത്, പാലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്തിരി ലൂസോടുകൂടി കുഴച്ചിട്ട് അവസാനം കുറച്ച് ഓയിലും കൂടി തടവി ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടി വരും കേട്ടോ. ആ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവണ്ടേ, എന്നാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ഞാനിതോടെ വെച്ച് ബാക്കിയുള്ള അടുക്കളയിൽ പാത്രം കഴുകലും ക്ലീനിങ്ങും അങ്ങനത്തെ പരിപാടി, ചോറ് ഇതാക്കലും ഒക്കെ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കിത് ആക്റ്റീവായി കിട്ടി കേട്ടോ, പൊന്തി കിട്ടി. പിന്നെ ഒരു പാത്രത്തിൽ ഇത്തിരി ബട്ടറും മല്ലിയിലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വീണ്ടും പൊടി, ആ ഒട്ടൽ കൈമ ഉണ്ടാവാൻ പാടില്ല, ഒട്ടാത്ത വിധത്തിൽ മൈദ കേട്ടോ, മൈദയാണ് ഇടേണ്ടത്. മൈദ ഇട്ടുങ്ങാട്ട് മിക്സ് ചെയ്ത് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയെടുക്കണം. അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ആദ്യം 3 കപ്പ് പൊടി എടുത്തെങ്കിലും പിന്നെ ഏകദേശം ഒരു 3/4 കപ്പോളൊക്കെ പൊടി വീണ്ടും ഇങ്ങനെ കുഴച്ച് റെഡിയാക്കേണ്ടി വന്നു. അപ്പോൾ 2 കപ്പ് ശരിക്കും പറയാൻ വെച്ചാൽ നമ്മൾ ആദ്യം എടുത്താൽ മതി. അപ്പോൾ പിന്നെ 4 ആളൊക്കെ ഉള്ള വീട്ടിൽ കേട്ടോ, ഇനി കൂടുതൽ ഫുഡ് കഴിക്കണവരാകുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കി പിന്നെ ഞാൻ മുറിച്ചെടുത്തു. മൈദയാണല്ലോ ഇത്തിരി മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയുടെ പോലെ പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടില്ല. ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ വേഗം ആവും. അപ്പോൾ ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടി വലിയ ഒരു 2 ചപ്പാത്തിയുടെ വലിപ്പത്തിൽ ഒരു തിക്നെസ് വേണം നമുക്കിതിന്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തിരിയും കൂടി കൂടുതൽ മാവ് വേണം നമ്മൾ ഇതേപോലെ ഉരുളുരുട്ടി റെഡിയാക്കി വെക്കാനായിട്ട്. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ ഉരുളുരുട്ടി വെച്ചാൽ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ പരത്തിങ്ങാട്ട് തട്ടിലേക്കിട്ട് വേവിച്ചെടുക്കാമല്ലോ. അപ്പോൾ അതെല്ലാം ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മൈദ എടുത്ത് വിതറി പരത്തിയെടുക്കുക. പിന്നെ ചപ്പാത്തിയുടെ പോലെ ഇങ്ങനെ നൈസായിട്ട് പരത്തരുത്, 2 ചപ്പാത്തിയുടെ കനത്തിൽ വേണം പരത്താനായിട്ട്. പിന്നെ അമർത്തി പരത്താൻ പാടില്ല കേട്ടോ, എന്നുവെച്ചാൽ ആ പൊന്തി വന്നത് അങ്ങോട്ട് അമർന്ന് പോകരുത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഞാൻ പരത്തി എടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പരത്തി വെച്ചിട്ടാണ് ചുട്ടത്. പിന്നെ എനിക്ക് തോന്നി എങ്ങാനും ഒട്ടി പിടിച്ചാലോ, അപ്പം ഞാൻ പിന്നെ പരത്തലും ചുടലും ഒരുമിച്ചാക്കിയിട്ടാണ്. എനിക്ക് പിന്നെ അങ്ങനത്തെ പരിപാടി ഇത്തിരി കൂടുതലാണ്. ചപ്പാത്തി ആയാലും പൂരി ആയാലും പത്തിരി ആയാലും ഒക്കെ പരത്തിനോട് കൂടി തന്നെ ഞാനത് ചുട്ടെടുക്കാറുണ്ട്. എനിക്കങ്ങനെ പറ്റാറുണ്ട് കേട്ടോ. ചിലവർക്കെങ്കിലും അങ്ങനെ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്തോ കുഴപ്പമില്ല. ചിലപ്പോഴൊക്കെ ചേട്ടൻ സഹായിക്കാൻ വരാറുണ്ട്. പക്ഷേ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മല്ലിയില പൊടിയായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം. അപ്പം നല്ലൊരു ഭംഗി കിട്ടും. നല്ലൊരു ചെറിയൊരു എരിവും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് ചെറുതാക്കി ചൂടാക്കി ആ ബട്ടറൊന്ന് മെൽറ്റായി കിട്ടിയോളും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇത് നമുക്കൊരു തട്ട് അടുപ്പത്തേക്ക് വെച്ചിങ്ങാട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം, തട്ട് ചൂടാവണം, നോൺ സ്റ്റിക്ക് തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. പാത്രം അങ്ങോട്ട് മറിച്ചിട്ട് എടുക്കുക. അപ്പോൾ പിന്നെ പതുക്കെ കുമിളകളൊക്കെ വരും. പിന്നെ നന്നായിട്ട് അങ്ങോട്ട് പൊളച്ച് അങ്ങോട്ട് വരും കേട്ടോ. നല്ല ടേസ്റ്റാണ്. മധുരം വേണമെങ്കിൽ ഇത്തിരി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറും കൂടിയും കിട്ടും നമുക്ക്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പൊളച്ച് വരുമ്പോൾ ഈ ബട്ടറും മല്ലിയിലയും കൂടിയും തേച്ച് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തിരിച്ച് അത്യാവശ്യം ഒന്ന് മൊരിയിച്ചിട്ട് എടുക്കണം കേട്ടോ. കളറൊന്ന് വ്യത്യാസപ്പെടുത്തി എടുക്കുമ്പോഴാണ് കാണാനും കൂടി ഒരു ലുക്കൊക്കെ വേണ്ടേ, എന്നാലല്ലേ നമുക്ക് കഴിക്കുമ്പോഴും അത് അങ്ങനെയാണ്. ഭംഗിയിലൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്ത് ഫുഡിലും ഭംഗിയും കളറും
ടേസ്റ്റും ഒരേപോലെ വേണമെന്നാണ് പറയുക. അപ്പോൾ അതാ അങ്ങനെ അപ്പോൾ ഇത് മൂന്നും ഒത്തൊരുമിച്ച ഒരു ബ്രേക്ക്ഫാസ്റ്റും ആക്കാം, നമുക്കിതിനക്ക് ഇത് ഡിന്നറും ആക്കി ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ പിള്ളേർ സ്കൂളുള്ള ദിവസമൊക്കെ വെച്ചാൽ ഇത് ഉച്ചയ്ക്കും ആദിത്യം കൊണ്ടുപോകും, ചേട്ടനും അങ്ങനെ കൊണ്ടുപോകുന്ന ആളെ. ഇന്ന് നമ്മൾ തലേദിവസം വൈകുന്നേരമല്ലേ ഉണ്ടാക്കി, അത് കാരണം കൊണ്ട് രക്ഷയില്ല. അപ്പം തന്നെ കാസറോളിൽ ഇട്ട് വയ്ക്കും, എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ പരത്തലും ചുടലും ഒരുമിച്ചാക്കി അങ്ങനെ എല്ലാതും ചുട്ടെടുത്തു കേട്ടോ. അതിനിടയ്ക്ക് തന്നെ ഞാൻ മുട്ടക്കറി റെഡിയാക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതാ ഇത് എഗ്ഗ് ബട്ടർ മസാലയാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും ഇട്ട് കൊടുത്ത്, ബട്ടർ സാൾട്ടഡാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് നന്നായിട്ട് മൂക്കണം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചത്, അത് കാരണം കൊണ്ടാണ് ഈ കളർ നിൽക്കുന്നത് കേട്ടോ. മറ്റേ മുളകാണെങ്കിൽ നമുക്ക് നല്ല ഡാർക്ക് കളർ വന്ന് നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഒരു 3-4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലിട്ടിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിൽ കറിയിലിടുമ്പോൾ. അപ്പോൾ കുറച്ച് നേരം ചെറുതീയിലിട്ടിട്ടാണ് ഞാനത് ചെയ്തത്. പിന്നെ ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ചും കൂടി ബട്ടർ ചേർക്കുകയാണെങ്കിൽ നല്ലത്. ഞാൻ പിന്നെ കുറച്ച് ഓയിലാണ് ചേർത്തത്. അതിലേക്ക് കൊത്തിയരിഞ്ഞ ഒരു 2 സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് കിട്ടണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ബട്ടറല്ല രണ്ടാമത് ഉപയോഗിച്ചത് ഓയിലായിരുന്നു. എന്നിട്ട് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുത്തു. പിന്നീട് അതിലേക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി ഗരം മസാലയും ഇത്തിരി കുരുമുളക് പൊടിയും. ജീരകത്തിൻ്റെ പൗഡർ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ ഇന്ന് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് മൂപ്പിച്ച് ചെറിയൊരു ഡാർക്ക് കളർ വരുമ്പോഴാണ് ഇതിനൊക്കെ നല്ല ഭംഗി ഉണ്ടാവുക. പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുത്തു. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് മിക്സാക്കി ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ഒരു കാര്യം മറന്നുപോയി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫസ്റ്റ് തന്നെ ഇട്ടോളാം, മറന്നു പോയരുത് കൂട്ടുകാർ. സവോള ഇട്ടതിൻ്റെ മീതക്കൂടെ ഇടാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് ഉടഞ്ഞ് കിട്ടിയപ്പോൾ ഞാനതിലേക്ക് ഒരു 5-10 കശുവണ്ടി അരച്ചത് ചേർത്തു കേട്ടോ. അല്ലെങ്കിൽ കശുവണ്ടി അരച്ചത് ഇല്ലെങ്കിൽ തേങ്ങ അരച്ചത് ഒരു 2-3 ടേബിൾ സ്പൂൺ അങ്ങനെ ചേർക്കുക. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കുക കേട്ടോ. ഇതിൽ ഏതായാലും വിരോന്നില്ല. പിന്നെ കപ്പലണ്ടി അരച്ച്, നോർത്ത് ഇന്ത്യനൊക്കെ കപ്പലണ്ടി അരച്ച് ചേർക്കണ കാണാറുണ്ട്. അപ്പോൾ അതും ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമുക്ക് വെറൈറ്റി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് പരീക്ഷണം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് ആ മസാലയൊക്കെ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ എഗ്ഗ് ഇട്ട് കൊടുത്തു. നിറയെ അങ്ങോട്ട് മല്ലിയില ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി കസൂരി മേത്തി ഇടണമെങ്കിൽ അത് ഇടാം, അല്ല കറിവേപ്പില മതിങ്ങ അത് അങ്ങനെയാവാം കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഡിഫറെൻറ്റ് ടേസ്റ്റുകളാണ്. അപ്പോൾ ഏതാണ് നമുക്ക് ടേസ്റ്റ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതാ എല്ലാതും റെഡി ആയിട്ടാണ്. നിറയെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടി സംസാരിക്കേണ്ടത് ഞാനതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ശബ്ദം കുറവ് വരുമോ എന്ന് എനിക്കറിയില്ല. മൈക്കിലൊന്നല്ലല്ലോ നമ്മൾ സംസാരിക്കേണ്ടത്, നേരിട്ടിങ്ങനെ സംസാരിക്കണതല്ലേ. എന്തോ ഓട്ടോമാറ്റിക്കലി നമ്മൾ സംസാരിക്കണ ആ സംസാരം ഞാനിതിൽ എനിക്ക് കൊള്ളാലോ എന്ന് തോന്നണത്, വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നത് കൂട്ടുകാർക്കും കൂടി എന്ന് ഈ വോയിസ് ഓവർ കൊടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടുന്നതാണ്. അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ഡിന്നർ കഴിക്കാൻ തുടങ്ങാണ്. ബട്ടർ നാൻ്റെ ഒക്കെ ഒരു വേർഷൻ തന്നെയാണ് ഇത്. ബട്ടർ നാനും ബട്ടർ എഗ് മസാലയും എന്ന് പറയും.